വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമി. നമ്മളിന്ന് കാണുന്നത് കേട്ടറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പക്ഷെ നമ്മൾ മിസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ്. കേൾക്കുമ്പോഴും കാണുമ്പോഴും നിങ്ങൾക്ക് നിസാരമെന്ന് തോന്നും, പക്ഷെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നാമത്തത്, നമ്മൾ ഓൾറെഡി ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷ അത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴാണ് റിജക്റ്റ് ആവുന്നത് എന്നുള്ളതാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു അപേക്ഷകൻ തന്നെ ഒന്നിലധികം ജില്ലകളിൽ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചാലാണ് അപേക്ഷ നിരസിക്കുന്ന ഒരു അവസരം ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ അപേക്ഷകൻ ഏതെങ്കിലും വിവരങ്ങൾ മറച്ചു വെക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താലും അപേക്ഷ നിരസിക്കപ്പെടുന്നതാണ്. നമ്മൾ ഫാൾസ് ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല എന്ന് നമ്മൾ എല്ലായിടത്തും ചെക്ക് ബോക്സ് ഒക്കെ ടിക്ക് ചെയ്തിട്ടാണ് ഓൺലൈൻ ചെയ്തത് അല്ലേ. അപ്പൊ നിങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഏതെങ്കിലും തെറ്റായ രീതിയിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിസർവേഷൻ കാറ്റഗറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഫാൾസ് ഇൻഫർമേഷൻ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തു പോയാൽ അല്ലെങ്കിൽ തെറ്റ് കൊടുത്തു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അപേക്ഷ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കേരളത്തിന് പുറത്തു നിന്നും വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കേട്ടറ്റ് പരീക്ഷ വിജയിക്കുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് പരിശോധനാ വേളയിൽ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജെന്യുവിനെസ് സർട്ടിഫിക്കറ്റ്, ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഹാജരാക്കേണ്ടതാണ്. നമ്മൾ വെരിഫിക്കേഷന് പോകുന്ന സമയത്തുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇക്വാലൻസി, നമ്മൾ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ നമ്മൾ ബിരുദധാരികളായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ജെന്യുവിനെസ് സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും നിങ്ങൾ എപ്പോഴും കേട്ടറ്റ് റിസൾട്ട് വരുമ്പോഴേക്ക് സെറ്റാക്കി വെക്കണം. വെരിഫിക്കേഷൻ നമുക്ക് എന്തായാലും ആവശ്യമായിട്ട് വരും. ഓക്കെ ആണല്ലോ. അപ്പം ഇത് നിങ്ങൾ വെരിഫിക്കേഷന് സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഇപ്പോൾ PSC ഒക്കെ പോകുന്ന പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ആദ്യമായി പരീക്ഷയ്ക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, പരീക്ഷ തുടങ്ങുന്നതിന് 30 മിനിറ്റ് മുൻപ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തേണ്ടതാണ്. ഒരു ലാസ്റ്റ് മിനിറ്റ് ഹറി, എന്തായാലും ഗേറ്റ് അടയ്ക്കും, ഒരു സമയത്തിന് ശേഷം നമ്മളെ കയറ്റില്ല. അപ്പൊ എപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് കുറച്ച് സമയം മുന്നേ റിലാക്സ്ഡ് ആയി പോകുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ട്രാഫിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പോലും നമ്മളെ അത് ബാധിക്കാൻ പാടില്ല. കാരണം ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 30 മിനിറ്റ് മുന്നേ എന്തായാലും എത്തിച്ചേരുക, അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഹാൾ ടിക്കറ്റിന്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമാണ്, അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഓൺലൈനായി നൽകിയ തിരിച്ചറിയൽ കാർഡിന്റെ ഒറിജിനൽ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമാണ്, അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഏതാണോ നിങ്ങൾ കൊടുത്ത ID അത് നിങ്ങൾ ഒറിജിനൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തത്. നമ്മൾ ഓൾറെഡി അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാനത് വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഏതാണോ കൊടുത്തത് അത് തന്നെ കൊണ്ടുപോകാം. ഇനി മറ്റു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ രേഖകളല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ഹാളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഹാൾ ടിക്കറ്റും നിങ്ങളുടെ ID കാർഡും അല്ലാതെ വേറൊരു പേപ്പറോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും മോശമായ രീതിയിൽ പെരുമാറുന്നവരൊക്കെ ആണെങ്കിൽ അവിടുന്ന് അയോഗ്യരാക്കുകയും പിന്നെ അതുപോലെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഏതൊരു പരീക്ഷയുടെ ഒരു ഫോർമാലിറ്റിയാണ്. പിന്നെ പരീക്ഷ കഴിയുന്നതിന് മുൻപ് നമ്മളെ എക്സാം ഹാളിന് പുറത്തേക്ക് വിടില്ല. അപ്പം ഞാൻ പരീക്ഷ എഴുതുകയാണ്, എനിക്ക് ജയിക്കാനുള്ള മാർക്ക് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോട്ടെ ടീച്ചറെ എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. പരീക്ഷ കഴിയുന്നത് വരെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഒന്നിച്ചാണ് നമ്മൾ പുറത്തോട്ട് വിടുന്നത്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കാം. മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ, സ്മാർട്ട് വാച്ച്, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ പരീക്ഷാ ഹാളിൽ അനുവദിക്കുന്നതല്ല. നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ വാച്ചൊക്കെ കൈ കെട്ടിക്കൊണ്ട് പോകാറുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള സ്മാർട്ട് വാച്ചോ കാര്യങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. വാച്ചൊക്കെ നിങ്ങൾ അഴിച്ചു വെച്ചിട്ട് വേണം പോകാൻ. മൊബൈൽ ഫോൺ കൊണ്ടുപോകരുത്. വേറെ ഇലക്ട്രോണിക് ഉപകരണം, കാൽക്കുലേറ്റർ പോലത്തെ ഒരു ഉപകരണങ്ങളും നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ഒരു ഹാജർ ബുക്ക് അവിടെ ഉണ്ടാവും, നമ്മുടെ പേരും ഫോട്ടോയൊക്കെ ഉള്ളത്. അത് നമ്മുടെ ഇൻവിജിലേറ്ററിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഒപ്പുവെക്കേണ്ടതാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മുടെ ഹാൾ ടിക്കറ്റിൽ ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തി എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം പരീക്ഷാർത്ഥികൾക്കാണ്. അതൊരിക്കലും നമുക്ക് ഇൻവിജിലേറ്റർ ഒപ്പിട്ടില്ല എന്ന് നമുക്ക് പരാതി പറയാൻ പറ്റില്ല. നമ്മളത് ഉറപ്പ് വരുത്തണം. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ നമ്മൾ മിസ് ഔട്ടായി അതൊന്നും വരാറില്ല സാധാരണ, പക്ഷെ എന്തെങ്കിലും സാധ്യത അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഹാൾ ടിക്കറ്റ് നമുക്ക് വെരിഫിക്കേഷൻ സമയത്ത് അതിന്റെ കോപ്പി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഇൻവിജിലേറ്ററിന്റെ ഒപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഉത്തരക്കടലാസ് സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ്. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നീലയോ കറുപ്പോ മഷിയുള്ള ബോൾ പോയിന്റ് പെന്ന് മാത്രമാണ് നിങ്ങൾ ഉത്തരങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കാൻ പാടുള്ളത്. അവിടെ ഇങ്ക് പെന്ന്, ജെൽ പെന്ന് ഇതൊന്നും കൊണ്ടുപോകരുത്. പെൻസിൽ പോരാ,
നീല അല്ലെങ്കിൽ കറുപ്പ് ബോൾ പോയിന്റ് പെൻ. അത് നിങ്ങൾ നോക്കി നിങ്ങൾ പരീക്ഷയ്ക്ക് മുന്നേ തന്നെ ഒന്ന് മാർക്കൊക്കെ ചെയ്ത് നോക്കുക. ചില പെന്നൊക്കെ ഡിഫക്റ്റീവും ഒക്കെ ആവാറുണ്ട്. പുതിയ പെണ്ണ് മേടിച്ച് അതേപോലെ പോകരുത്. ജസ്റ്റ് ഒന്ന് മാർക്കൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബബിളിംഗ് ആയിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് ബബിളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തതിന് ശേഷം നിങ്ങൾ പെണ്ണ് കൊണ്ടുപോവുക. അപ്പം പരീക്ഷയുടെ അന്ന് രാവിലെ മേടിക്കാൻ നിൽക്കാതെ ഒന്ന് തലേന്നൊക്കെ ഒന്ന് വാങ്ങി ജസ്റ്റ് ഒന്ന് നോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഉത്തരക്കടലാസ് മടക്കാനോ എന്തെങ്കിലും റഫ് വർക്കുകൾ ചെയ്യാനോ പാടില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ റഫ് വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടാവും. അവിടെ മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. ആൻസർ ഷീറ്റിൽ ഒരു തരത്തിലുള്ള മാർക്കിങ്സോ നിങ്ങൾ എഴുത്തുകുത്തുകളോ കാൽക്കുലേഷൻസോ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ പരീക്ഷാർത്ഥി തന്റെ പേര്, റോൾ നമ്പർ, ചോദ്യ പുസ്തകത്തിന്റെ മുൻപേജിൽ കൊടുത്തിട്ടുള്ള ചോദ്യ സെറ്റിന്റെ കോഡ് എന്നിവ ഉത്തരക്കടലാസിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് പൂരിപ്പിക്കുകയും കൃത്യമായി ബൈബിൾ ചെയ്യേണ്ടതുമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഓരോ സെറ്റുകളായിട്ടാണ് കിട്ടുക. എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്ക് എ ആണെങ്കിൽ എനിക്ക് ബി ആയിരിക്കും. അങ്ങനെ മാറി മാറിയാണ് കിട്ടുക. അപ്പോൾ അത് ഏത് സെറ്റാണ് നിങ്ങൾക്ക് കിട്ടിയത് അല്ലെങ്കിൽ ആ കോഡ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. അതുപോലെ തന്നെ പേര്, റോൾ നമ്പർ ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് അവിടെ എഴുതണം. ബബിൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ബബിൾ ചെയ്യുക. ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ എപ്പോഴും ഒരു ഫിംഗർ വെച്ച് അതിനെ നേരെ നമ്പേഴ്സ് നോക്കി ബബിൾ ചെയ്തത് മാറിപ്പോവാതെ ചെയ്യുക. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല. അത് നമുക്ക് ചിലപ്പോഴും പരീക്ഷാ ഹാളിൽ കാണുന്നതാണ്. ടെൻഷൻ കാരണം ബബിൾ മാറിപ്പോയി എന്നുള്ളതൊക്കെ വളരെ കൂളായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് സമയമുണ്ട്. എന്തായാലും ഒരു ഫില്ല് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് മുന്നിലുണ്ടാവും ആദ്യം. അപ്പോൾ ആ സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു ഒപ്പിടാനുള്ള ഒരു കോളം ഉണ്ടാവും. അവിടെ നിങ്ങൾ ഈ യൂസ് ചെയ്യുന്ന ബോൾ പെൻ യൂസ് ചെയ്തിട്ട് തന്നെ അവിടെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഇടേണ്ടതാണ്. അതുപോലെ ഓവൽ അല്ലെങ്കിൽ സർക്കിൾ ഈ ഒരു ഷേപ്പിലാണ് പൂർണ്ണമായും കറുപ്പിച്ചിട്ട് ഉത്തരം രേഖപ്പെടുത്തേണ്ടത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബബിൾ ചെയ്യുന്നൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇതാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതാ ഇങ്ങനെയോ അല്ലെങ്കിൽ ജസ്റ്റ് 2 വരയോ അല്ലെങ്കിൽ ഈ ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം കുറേ ഗ്യാപ്പ് വെച്ചിട്ടോ ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മെഷീൻ റീഡ് ചെയ്യില്ല. ആൻസർ വരയ്ക്കുന്ന സമയത്തേക്ക് ഇതൊന്നും ആ മെഷീൻ റീഡ് ചെയ്യില്ല. കറക്റ്റ് നിങ്ങളുടെ ആ ബബിളിനകത്ത് നിങ്ങൾ ഒരു മാർക്കുകൾ വെള്ളയൊന്നും ബാക്കി വരാതെ പുറത്താവാതെ ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ട് അത് റീഡ് ചെയ്യുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ നീല, കറുപ്പ് ബോൾ പെന്നില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ വൃത്തിയിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന പെന്നുകൾ കൂടെ നോക്കിയിട്ട് വാങ്ങണമെന്ന് പറയുന്നതിൻ്റെ റീസൺ അതാണ്. ജസ്റ്റ് മാർക്ക് ചെയ്താൽ പോരാ, കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിന്റെ പുറകിൽ തന്നെ അതിൽ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മേലേക്ക് സാധാരണ ഉണ്ടാവാറുണ്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള OMRനെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ. ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ. ഉത്തരക്കടലാസിലെ OMR ഭാഗത്ത് പാർട്ട് 1, 2, 3 വിഭാഗങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണോ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചപ്പോൾ തിരഞ്ഞെടുത്തത് അവ പേന ഉപയോഗിച്ച് OMR ഷീറ്റിൽ ബബിൾ ചെയ്ത് രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മൾ കേട്ടിട്ട് എഴുതുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നുണ്ട്, മലയാളം ചൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പം മാത്സ് ഓർ സയൻസ് ചൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, അങ്ങനെയുള്ള ഡിവിഷൻസ് വരുന്നില്ലേ. നിങ്ങൾ ഓൺലൈൻ സമർപ്പിച്ചപ്പോൾ നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്തിരുന്നത് അത് തന്നെ ആൻസർ ഷീറ്റിലെ പാർട്ട് 1, പാർട്ട് 2 ഭാഗങ്ങളിൽ നിങ്ങൾ മാർക്ക് ചെയ്യാം. ഓക്കെ. ഇതൊന്നും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടുമ്പോഴാണെങ്കിലും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻവിജിലേറ്റർ എന്തായാലും പറഞ്ഞു തരുകയും കൂടെ ചെയ്യും. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ധാരണയിൽ വേണം നിങ്ങൾ പോവാൻ. പിന്നെ ഓൺലൈൻ അപേക്ഷാ സമർപ്പണ സമയത്ത് തിരഞ്ഞെടുത്ത വിഷയങ്ങൾ മാത്രമേ പരീക്ഷാ സമയത്തും തിരഞ്ഞെടുക്കാവൂ, അല്ലെങ്കിൽ OMR അസാധുവാകും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളെല്ലാം ഓൺലൈനിൽ പല കാര്യങ്ങളും നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇതാണ് ഞാൻ പരീക്ഷയ്ക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞല്ലേ. ആ ചൂസ് ചെയ്ത സാധനങ്ങൾ അല്ലാത്തത് നിങ്ങൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ OMR അസാധുവായി പോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എഴുതിയ സമയമൊക്കെ വേസ്റ്റ് ആയി പോകും. അത് ശ്രദ്ധിക്കാം. പിന്നെ OMR ഷീറ്റിന്റെ കാർബൺ കോപ്പി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അതായത് നമ്മൾ എഴുതുന്നതിന്റെ അടിയിൽ തന്നെ ഒരു കാർബൺ കോപ്പി വെച്ച് നമുക്ക് അതിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് പിന്നീട് പ്രൊവിഷണലും നമ്മുടെ റെക്ടിഫൈഡ് ആൻസർ കീ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഏത് മാർക്ക് ചെയ്തു എന്ന് നോക്കാനും എളുപ്പമാണ്. അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അപ്പം നിങ്ങൾ ആ ഒറിജിനൽ ആൻസർ ഷീറ്റ് ഇൻവിജിലേറ്റർക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് വേർപ്പെടുത്തിയിട്ട് അതിന്റെ കാർബൺ കോപ്പി നിങ്ങളുടെ കയ്യിൽ വയ്ക്കാം. ഇനി OMR അസാധുവാകുന്നതിന്റെ കാരണങ്ങൾ ഏതൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്? ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ OMR പോകും. ഇനി അങ്ങനെ അല്ലെങ്കിൽ റോൾ നമ്പർ കൃത്യമായി ബബിൾ ചെയ്യാത്ത OMR ഉത്തരക്കടലാസുകൾ അസാധുവാകും. അതുപോലെ ABCD എന്നിങ്ങനെ 4 സെറ്റ് ആൽഫ കോഡുകളിലെ 3 പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3കൾക്കും ഒരേ സെറ്റ് ആൽഫ കോഡ് ചോദ്യ ബുക്ക്ലെറ്റുകളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പരീക്ഷാർത്ഥി ഉറപ്പുവരുത്തുക. അതായത് ഒന്നുമില്ല, നമുക്ക് 3 ഭാഗങ്ങളായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പൊ ഇതിന് 3ലും നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒരേ സെറ്റിലുള്ളതായിരിക്കണം.
കാരണം ഒന്നിൽ എ, ഒന്നിൽ ബി, ഒന്നിൽ സി, അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പൊ അത് മൂന്നും ഒരേ കോഡ് ലെറ്റർ, എ എങ്കിൽ എ, ബി എങ്കിൽ ബി, അങ്ങനെയുള്ള ഒരേ കോഡ് ലെറ്റർ ആണ് നിങ്ങൾ ആദ്യമേ ഉറപ്പ് വരുത്തുക. അത് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ആ സെറ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ബബിൾ ചെയ്തത് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ OMR അസാധുവായി പോകും. പിന്നെ തെറ്റ് വരുത്തി OMR അസാധുവാകുന്നതിന്മേൽ യാതൊരു വിധത്തിലുള്ള പരാതികളും അപേക്ഷകളും ഈ കാര്യാലയത്തിൽ പരിഗണിക്കുന്നതല്ല. അപ്പൊ കേട്ടിട്ട് ഇറക്കുന്ന വിജ്ഞാപനമാണല്ലോ, അപ്പൊ അവർക്ക് നമ്മൾ ഇതിനെ സംബന്ധിച്ച് എന്ത് പരാതി കൊടുത്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്ത് ആദ്യം വായിക്കാൻ പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനത്തെ കുറെ ക്ലോസസ് ഇതിനകത്തുണ്ട്, നമ്മൾ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി മൂല്യനിർണ്ണയവും ഫലപ്രഖ്യാപനവും എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മുടെ വാല്യുവേഷൻ നടക്കുന്നത്, OMR ഷീറ്റിന്റെ വാല്യുവേഷൻ, അത് കഴിഞ്ഞുള്ള റിസൾട്ട് അനൗൺസ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഇത് OMR നമുക്കറിയാം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ രീതിയിലാണ്. പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ ചോദ്യപേപ്പറുകളുടെയും താൽക്കാലിക ഉത്തര സൂചിക, അതായത് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ പരീക്ഷാ ഭവന്റെ കേട്ടറ്റ് പരീക്ഷയ്ക്കായുള്ള ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭിക്കും. നമ്മൾ അവിടുന്ന് പ്രൊവിഷണൽ നമ്മൾ നോക്കും. നിശ്ചിത ദിവസത്തിനുള്ളിൽ, അതായത് നമ്മൾ പ്രൊവിഷണൽ കിട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അവർ വന്നിട്ടുള്ള ആൻസർ കീയിൽ തെറ്റാണ്, നമ്മൾ അതല്ല ശരി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു അഡ്രസ്സിൽ, അതായത് സെക്രട്ടറി പരീക്ഷാ ഭവൻ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അടുത്ത ഒറിജിനൽ ആൻസർ കീ, റെക്ടിഫൈഡ് ആൻസർ കീ വരുന്ന സമയത്ത് അതിന്റെ ഓപ്ഷൻ മാറാം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്നത് പ്രൊവിഷണൽ വന്ന് ഒരു എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റെക്ടിഫൈഡിലേക്ക് ആ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾ അറിയിക്കുക. അതിന് തെളിവുകൾ വേണം. നമ്മൾ പറയുന്ന കാര്യത്തിന് ഒരു ഫാക്ടലായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ തെളിവുകൾ വേണം. ഇപ്പം മാത്സ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ബുക്കിലുള്ള പ്രൂഫോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, വെറുതെ നമുക്ക് അങ്ങനെ പോയിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനൊരു ഡേറ്റ് വന്നിട്ടുണ്ടാവും ചലഞ്ച് ചെയ്യാൻ ഇത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ളത്. അത് കഴിഞ്ഞ് വരുന്ന ചലഞ്ചുകൾ അവരൊരിക്കലും പരിഗണിക്കുകയും ഇല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. കേട്ടിട്ട് പരീക്ഷ പൂർത്തിയായി 2 മാസത്തിനുള്ളിൽ മാത്രമേ ഫലപ്രഖ്യാപനം നടത്തുകയുള്ളൂ. അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. റെക്ടിഫൈഡ് ആൻസർ കീയും വന്നു കഴിഞ്ഞിട്ട് പിന്നെ 2 മാസം കൂടെ കഴിഞ്ഞാലേ ആൻസർ കീ, അല്ലെങ്കിൽ അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫലപ്രഖ്യാപനം നടത്താൻ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ OMR നമ്മൾ മെഷീൻ റീഡിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ നമ്മൾ കൊടുത്ത നമ്മൾ മാർക്ക് ചെയ്ത OMR ഒരു കോപ്പി നമുക്ക് കാർബൺ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ഉത്തരങ്ങൾ തിരുത്തുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റ് കാണുന്നതിനോ അല്ലെങ്കിൽ മാർക്ക് റീകാൽക്കുലേറ്റ് ചെയ്യുന്നതിനോ ഉള്ള ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷം നമുക്ക് ഒറിജിനൽ OMRന്റെ ഫോട്ടോ കോപ്പി പരീക്ഷാർത്ഥിക്ക് ലഭിക്കുന്നതല്ല. നമ്മുടെ അതിൽ ഓൾറെഡി കാർബൺ കോപ്പി കിട്ടിയിട്ടുണ്ട്, പിന്നെ അതിൽ നിന്ന് മാറ്റങ്ങളൊന്നും വരാനില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ, നിങ്ങളുടെ കേട്ടറ്റ് സൈറ്റിലേക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു സൈറ്റിലുള്ളൊരു ഓപ്ഷനാണ്, നിങ്ങൾ ജസ്റ്റ് കേട്ടറ്റിന്റെ സൈറ്റിൽ കയറുന്ന സമയത്ത് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ കേട്ടറ്റ് ഡിസംബർ 2025 നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ബാർ കാണാം. അതിൽ ഡൗൺലോഡ് രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ ഇതുണ്ട് അല്ലേ. ഈ കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്കിതാ ഈ ഒരു വിൻഡോ തുറന്നു കിട്ടും. ഈ വിൻഡോയിൽ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കാനുണ്ട്, ആപ്ലിക്കേഷൻ ID കൊടുക്കാനുണ്ട്. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ID മറന്നുപോയുള്ള ആളുകൾക്കാണ്. നിങ്ങൾ കൊടുക്കേണ്ടത് ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ ID എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു വിൻഡോ ആണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയിലേക്കാണ് കേട്ടിട്ട് അപ്ലൈ ചെയ്തത് എന്നുള്ളത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വയനാട് ആണെങ്കിൽ വയനാട്, കോഴിക്കോട് ആണെങ്കിൽ കോഴിക്കോട്, താമരശ്ശേരി ആണെങ്കിൽ താമരശ്ശേരി, അത് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പേരിന്റെ മിനിമം 3 ലെറ്ററെങ്കിലും വരിക. ഇപ്പം ഞാൻ സ്വാതി ആണെങ്കിൽ ഇവിടെ സ്വാതി SWA വരെയെങ്കിലും മിനിമം കൊടുക്കുക. നമ്മുടെ പേര് കൊടുക്കുക, നമ്മുടെ ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഡേറ്റ് കൊടുക്കുക. ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്ത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID-ലോട്ടുള്ള ഒരു പാസേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറോ IDയോ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യമാണിത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടുന്ന് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടിട്ട് പരീക്ഷയ്ക്ക് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ
ആസ് സൂൺ ആസ് പോസിബിൾ റിപ്ലൈകൾ തരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് കൂടുതൽ ഇൻഫർമേഷൻസ് വേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നമ്മളെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ്. കേട്ടറ്റിൻ്റെ ഓഫ്ലൈൻ ആയിട്ടുള്ള ക്രാഷ് ബാച്ചുകൾ ടീച്ചേഴ്സ് അക്കാഡമിയിൽ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്ക് ഓഫ്ലൈനായിട്ട് ഹോളിഡേ ബാച്ചും അതുപോലെ തന്നെ റെഗുലർ ബാച്ചുമാണ് ഉള്ളത്. അപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഹോളിഡേ ബാച്ചസ് പ്രിഫർ ചെയ്യാം. ഇനി അങ്ങനെയല്ല, തൽക്കാലം ബ്രേക്ക് എടുത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ ജസ്റ്റ് പഠിച്ചിറങ്ങിയവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ബാച്ച് ചൂസ് ചെയ്യാം. വളരെ തുച്ഛമായ ഫീസിലാണ് നിങ്ങൾക്ക് ഈ ആകർഷകമായ പാക്കേജ് കിട്ടുന്നത്. അത് നമുക്കിനി മുന്നിൽ ചെറിയൊരു കാലയളവ് മാത്രമാണ് ഉള്ളത്. പക്ഷെ ആ സമയത്തിനുള്ളിൽ തന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പരിശീലനമാണ് ഓഫ്ലൈനായി ടീച്ചേഴ്സ് അക്കാഡമി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നമ്മുടെ കൃത്യമായ ഡീറ്റെയിൽസ് കിട്ടും. നമ്മുടെ ഓഫ്ലൈൻ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കേട്ടറ്റ് എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുക. ഓൾ ദ ബെസ്റ്റ്.